കർത്താവേ, അരുളിച്ചെയ്താലും. കർത്താവേ, അമ്മമാരുടെ സഹനങ്ങളെപ്പറ്റി ഞാൻ ചിന്തിക്കുകയായിരുന്നു. കുഞ്ഞിന് ജന്മം നൽകുന്നതിന് മുമ്പുള്ള സഹനകാലങ്ങൾ, ജന്മം കൊടുക്കുന്ന സമയത്തെ തീവ്ര വേദന, അതിനുശേഷമുള്ള കുഞ്ഞിന്റെ പരിപാലനത്തിന്റെ നീണ്ട നാളുകൾ, അങ്ങനെ വളരെ സുദീർഘമായ സഹനയാത്രയാണ് അത്. അങ്ങയുടെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളിയാകുന്ന അമ്മയുടെ സഹനങ്ങളെ കർത്താവേ, അവിടുന്ന് എങ്ങനെയാണ് കാണുന്നത്? കുഞ്ഞെ, ഒരമ്മയുടെ സഹനമാണ് ഭൂമിയിലെ ഏറ്റവും വിശുദ്ധമായ വേദന. അമ്മ ഉദരത്തിൽ കുഞ്ഞിനെ സ്വീകരിക്കുമ്പോൾ ഞാനുമായി രഹസ്യ ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ്. അവളുടെ അന്തരംഗത്തിലെ രഹസ്യ തലങ്ങളിൽ എന്റെ പ്രതിച്ഛായയിൽ സൃഷ്ടി രൂപപ്പെടുമ്പോൾ അവൾ എന്നോടൊപ്പം അതിൽ പങ്കാളിയാണ്. ഇത് ലോകത്തിൽ അമ്മയ്ക്ക് മാത്രം ലഭിക്കുന്ന ഉന്നത പദവിയാണ്. അതുകൊണ്ട് തന്നെ അമ്മ സുഹൃതപൂർണയും ആദരണീയയുമാണ്. ജീവന്റെ തുടിപ്പ് തുടങ്ങുന്ന നിമിഷം മുതൽ കുഞ്ഞിന് ജന്മം നൽകുന്നതുവരെയുള്ള അവളുടെ നൊമ്പരങ്ങളും തളർച്ചയും ആലസ്യവും ത്യാഗവും ഞാൻ വളരെ ശ്രദ്ധയോടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ കണ്ണുനീർ, ത്യാഗങ്ങൾ, ഏകാന്തത, വാക്കുകളില്ലാത്ത പ്രാർത്ഥനകൾ, ഇവയെല്ലാം സ്വർഗം ശ്രദ്ധിക്കുന്നുണ്ട്. കർത്താവേ, അവിടുന്ന് എങ്ങനെയാണ് അനന്ത സാധ്യതകളുള്ള ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കുന്നത്? മകനെ, അത് വലിയൊരു മിസ്റ്ററിയാണ്. എന്റെ കരങ്ങൾ അസ്ഥികൾ രൂപപ്പെടുത്തും. ഭൂമിയിലെ നദികളും ചാലുകളും പോലെ രക്തധമനികളെ ഞാൻ വരയ്ക്കും. തക്ക സമയത്ത് ഹൃദയത്തോട് സ്പന്ദിച്ചു തുടങ്ങുവാൻ ഞാൻ പറയും. ഓരോ കോശങ്ങളും എന്റെ ആജ്ഞ അനുസരിച്ച് വളരുകയും അവയവങ്ങളായി രൂപപ്പെടുകയും ചെയ്യും. എന്റെ ജീവശ്വാസം പുതിയ സൃഷ്ടിയിലെ ശ്വാസനിശ്വാസമായി മാറും. ഒടുവിൽ ഞാൻ മടക്കി വിളിക്കും വരെ അത് തുടർന്നുകൊണ്ടിരിക്കും. അമ്മ കുഞ്ഞിനെ കാണുന്നതിന് മുമ്പ് ഞാനാണ് കാണുന്നത്. അമ്മ കുഞ്ഞിന്റെ ചലനം മനസ്സിലാക്കുന്നതിന് മുമ്പ് ഞാൻ ആത്മാവിൽ സ്പന്ദിച്ച് അറിയും. കർത്താവേ, കുട്ടി ജനിച്ചതിന് ശേഷവും അമ്മയുടെ സഹനയാത്ര തുടരുകയാണ്. മരണം വരെ മക്കളെ ഓർത്ത് അവളുടെ ഹൃദയം തിങ്ങുകയും വിങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തിനാണ് കർത്താവേ അമ്മയ്ക്ക് ഇത്രയധികം മനോഭാരങ്ങൾ? കുഞ്ഞെ, എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് അവരുടെ മാതാപിതാക്കൾ അവർക്ക് വേണ്ടി ചെയ്യുന്നത്. കുഞ്ഞിന്റെ രോഗക്കിടക്കരികിൽ ഹൃദയമുരുകി കരയുന്ന, സ്കൂൾ ഗേറ്റിൽ കാത്തു നിൽക്കുന്ന, വഴിതെറ്റുന്ന മക്കൾക്ക് വേണ്ടി ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്ന, നഷ്ടപ്പെട്ട മക്കളുടെ വിരഹ ദുഃഖത്തിൽ നിസ്സഹായയായി കരയുന്ന മാതാപിതാക്കളുടെ ത്യാഗവും ദുഃഖവും എന്റേതാണ്, എനിക്ക് വേണ്ടിയാണ്. ഞാൻ ഒരിക്കലും അവരെ കൈവിടില്ല, മറക്കില്ല. എന്റെ സ്നേഹത്തിന്റെ പ്രതിബിംബമാണ് മാതൃസ്നേഹം. അതുകൊണ്ടാണ് അമ്മ ധന്യവതിയും ആദരണീയയും ആകുന്നത്. മരണത്തിന്റെ തീവ്ര വേദനയ്ക്കിടയിലും എന്റെ അമ്മയെ ഞാൻ സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ചു. എല്ലാ അമ്മമാർക്കും എന്റെ അനുഗ്രഹമുണ്ട്. അമ്മമാരുടെ നിലവിളി എന്റെ അടുക്കിലേക്കുള്ള
ഹോട്ട്ലൈൻ സന്ദേശമാണ്. അമ്മമാരുടെ അധ്വാനം ഒരിക്കലും നിഷ്ഫലമാവില്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ സഹനങ്ങളും കണ്ണുനീരും കഷ്ടപ്പാടും അവർ നിത്യതയിൽ വിതയ്ക്കുന്ന വിത്തുകളാണ്. ആ വിത്തുകളെ ഞാൻ കൃപ കൊണ്ട് നനയ്ക്കും. അതിന്മേലെന്റെ സന്തോഷ കിരീടം അണിയിക്കും. കർത്താവേ, ഞങ്ങളെങ്ങനെയാണ് അമ്മമാരെ കരുതേണ്ടത്? കുഞ്ഞെ, ആദരവും ബഹുമാനവും ദീർഘക്ഷമയും സ്നേഹ ശുശ്രൂഷയും അർഹിക്കുന്നവരാണ് മാതാപിതാക്കൾ. സൃഷ്ടിയുടെ പുണ്യസ്ഥലമായ അമ്മയുടെ അന്തരംഗത്തിൽ എന്റെ കരസ്പർശത്തിന്റെ മായാത്ത മുദ്രകളുണ്ട്. അവരെ കരയിപ്പിക്കരുത്. അവരുടെ ഹൃദയം തകർക്കുന്നവരുടെ കടഭാരങ്ങൾ വളരെ വലുതായിരിക്കും. അത് വീട്ടുവാൻ അത്ര എളുപ്പമായിരിക്കില്ല. മക്കളെ ചുമന്ന അമ്മമാരുടെ വാർദ്ധക്യത്തിലെ വൈകല്യങ്ങളും ഓർമ്മക്കുറവും രോഗങ്ങളും നിസ്സഹായതയും മക്കൾ ചുമക്കണം. സ്നേഹ ശുശ്രൂഷയിലൂടെ മാതാപിതാക്കൾക്ക് ആദരവ് നൽകണം. ആമേൻ. കർത്താവേ, പ്രിയ സഹോദരങ്ങളെ, മാതൃത്വം ശാരീരികവും ആത്മീയവുമായ ദൈവ ശുശ്രൂഷയാണ്. എല്ലാ അമ്മമാരും ദിവ്യ പരിപാലകന്റെ ചൈതന്യം വഹിക്കുന്നവരാണ്. ഓരോ അമ്മമാരുടെയും നൊമ്പരങ്ങൾ ത്യാഗപൂർണമായ സ്നേഹത്തിന്റെ അൾത്താരയാണ്. അവരുടെ ഓരോ തുള്ളിക്കണ്ണുനീരും കർത്താവിന്റെ കരങ്ങളിലെ ദിവ്യ സമർപ്പണമാണ്. നമുക്ക് ജന്മം നൽകിയ ദൈവത്തിന്റെ പ്രിയപ്പെട്ട അമ്മമാർക്ക് ഹൃദയപൂർവം സ്നേഹാദരവുകൾ. 139 സങ്കീർത്തനം. അവിടുന്നാണ് എന്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എന്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്. എനിക്കത് നന്നായി അറിയാം. യെശയ്യാ പ്രവചനം 66:13. കർത്താവ് അരുളിച്ചെയ്യുന്നു, അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വേണ്ടി ഉള്ളവും ഉള്ളതും പങ്കുവെച്ച നമ്മുടെ മാതാപിതാക്കളോട് ആദരവും വിധേയത്വവും നമുക്ക് പുലർത്താം. ശുഭാശംസകളോടെ എ.പി. ജോർജച്ചൻ.